ഇന്ന് ഒരു ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ട്ടോ ഞാൻ വന്നേക്കുന്നത്. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തതിന് ശേഷമുള്ളതാണ് ട്ടോ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് ഞായറാഴ്ച ട്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ലാഗ് ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അതിൽ തന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തതിന്റെ ബാക്കി സാധന സാമഗ്രികളൊക്കെ എടുത്തു വെക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ എൻ്റെ തുണിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കാണ്ടിരണമായിരുന്നു. അതൊക്കെ ചെയ്ത് വൈകുന്നേരം വരെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എനിക്ക് തലയ്ക്ക് ഭ്രാന്തായി പോയി. അത്രയും നേരം എടുത്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു ദിവസത്തോളം ഞാൻ എടുത്തിട്ടാണ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആയപ്പോൾ പഴം ഇരിപ്പുണ്ട്, പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന്. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് പോയി മേടിച്ചിട്ട് വന്നു. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് 2.5 ഗ്ലാസോളം മൈദയാണ് കേട്ടോ എടുത്തത്. ഒപ്പം തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു. അരിപ്പൊടി ഞാൻ എടുത്തപ്പോൾ പുട്ടുപൊടിയാണ് എടുത്തത്. റോസ്റ്റ് ചെയ്ത അരിപ്പൊടി വേണമെന്നാണ് ഞങ്ങളുടെ യൂട്യൂബിലെ ചേച്ചി പറഞ്ഞത്. പിന്നെ ബുദ്ധിയില്ലാത്ത ഞാനായതുകൊണ്ട് അത് എടുക്കുകയും ചെയ്തു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ കയ്യിൽ അബദ്ധം എനിക്ക് മനസ്സിലായത്. അരിപ്പൊടി പുട്ടുപൊടി അല്ലായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര തരി പോലെ ഇരിക്കുന്നു. എന്താണാവോ ഈ അരിപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട്, എന്താണാവോ പുട്ടുപൊടിയുടെ ആയിരിക്കുമോ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്തു. അപ്പോഴും എനിക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉണ്ടാക്കി കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. സൈഡിൽ കൂടെ അത് ചെയ്തതിന് ശേഷം ഞാൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴം അരിഞ്ഞു വെച്ചു കേട്ടോ. എന്നിട്ട് നേരെ ഞാൻ സ്റ്റവ് എത്തിച്ച് ചീനച്ചട്ടി വെച്ച് വിത്ത് കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് നേരെ ഞാൻ നമ്മുടെ ബാറ്റർ എടുത്തു കേട്ടോ. കുറച്ച് തിക്കായിരുന്നു ആ സമയമായപ്പോഴത്തേനും. കുറച്ചൊരു വെള്ളം ഒഴിച്ച് അതിനൊന്ന് ലൂസാക്കിയിട്ട് നേരെ പഴംപൊരി വറുത്തെടുത്തു. വറുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ നഗ്നമായ സത്യം മനസ്സിലായത്. പുട്ടുപൊടി ഇട്ടത് ശരിക്കും മണ്ടത്തരായി എന്നുള്ളത്. ഇതുപോലെ ബ്രൗൺ കളറായിട്ടാണ് ഇടുമ്പത്തിനും ഈ പറയുന്ന പഴംപൊരി വന്നുകൊണ്ടിരുന്നത് കേട്ടോ. പകച്ചു പോയ എൻ്റെ ബാല്യം. ഞാൻ വിചാരിച്ചു ദൈവമേ കയ്യിൽ നിന്ന് പോയല്ലോ. ആ സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേനും മാവ് കുറച്ച് ബാക്കി വന്നപ്പോഴത്തേനും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴം നേരെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഉടച്ചിട്ട് അതാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ, സാധനം കൊള്ളൂല എന്നല്ല, പക്ഷെ ചൂടുണ്ടായിരുന്നു, അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് എല്ലാവരും കൊണ്ട് തീറ്റിപ്പിച്ച് ഞാനും കഴിച്ച് ഞാൻ നേരെ കുളിച്ച് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നേരെ ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് ചപ്പാത്തിയും പനീറായിരുന്നു കറി. അമ്മ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ പോവാത്തതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടാണ് കേട്ടോ ആ കറി വന്നത്. അങ്ങനെ എൻ്റെ ഉണങ്ങിയ തുണിയൊക്കെ ഷെൽഫിലേക്ക് അടക്കിപ്പറക്കി എടുത്ത് വെച്ചപ്പോഴത്തേനും ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സൺഡേയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള നെക്സ്റ്റ് വീഡിയോ ബൈ.